ജ്യോതിഷത്തിൻ്റെ വാതായനങ്ങൾ തുറക്കുന്ന വനദുർഗ ജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും അർത്ഥമായ സ്വാഗതം. നമ്മൾ ഇന്ന് പറയുന്നത് ശ്രീ ധർമ്മ ശാസ്താവിനെ പറ്റിയാണ്. നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ദ്രാവിഡ, തമിഴ്നാടും കേരളവും കൂടി ചേർന്ന ദ്രാവിഡ ആചാരത്തിൽ ധർമ്മശാസ്ത്രാടിസ്ഥാനത്തിൽ മാത്രമുള്ള ഒരു വിധികളെ, പൂജാധികാരങ്ങളെ, ആചരണം പോലും ഉണ്ടായിട്ടുള്ളൂ. ബാക്കിയൊക്കെ ചില കാലങ്ങളിൽ വന്നു കൂടിയതാണ്. അപ്പോൾ ഇന്ന് ധർമ്മശാസ്ത്രാവിനെ പറ്റിയുള്ള ചെറിയൊരു വിവരണം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാനും, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും. ശ്രീ ധർമ്മ ശാസ്താവ് ആരാണ്? ശ്രീ ധർമ്മ ശാസ്താവ് ധർമ്മം കാത്തുകൊണ്ട് നിൽക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ധർമ്മത്തെ പരിപാലിക്കുന്നതിന് വേണ്ടി ഇരിക്കുന്ന ശാസ്താവ് ശ്രീധർമ്മ ശാസ്താവ് എന്ന് പറയും. ആരാണ് അത്? ശിവൻ തന്നെയാണ്. കുതിരപ്പുറത്ത് വാളം പിടിച്ചിരിക്കുന്ന രൂപം. നിങ്ങളൊക്കെ ധർമ്മശാസ്താവ് അല്ലെങ്കിൽ ശാസ്താവ് അല്ലെങ്കിൽ ശബരിമലയിൽ പോകുമ്പോൾ കൊടിമരത്തിൻ്റെ മുകളിൽ ഇരിക്കുന്ന വാഹനം പുലിയല്ല, കടുവയല്ല, കുതിരയാണ് ഇരിക്കുന്നത്. കുതിരപ്പുറത്തിരിക്കുന്ന ശാസ്താവ് ശ്രീധർമ്മശാസ്ത്ര, ധർമ്മത്തെ കാക്കാൻ, ധർമ്മത്തെ പരിപാലിക്കാൻ ഉള്ള ശാസ്താവ്. ഈ ധർമ്മശാസ്താവിലേക്കാണ് മകനായ അയ്യപ്പൻ അല്ലെങ്കിൽ മണികണ്ഠ കുമാരൻ അല്ലെങ്കിൽ കുക്ഷി ശാസ്താവ് അല്ലെങ്കിൽ ചാത്തൻ വന്ന് ലയിച്ചത്. അച്ഛനും മകനും ശ്രീ ധർമ്മശാസ്താവും മകനായ ശാസ്താവ് അച്ഛനിരിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങൾ കണ്ട തമ്പനയിൽ നടുക്ക് അച്ഛൻ ശ്രീ ധർമ്മ ശാസ്താവ് പരിപാലനത്തിനായിട്ട് ഇരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ മറ്റുള്ള ഇതിൽ ശാസ്ത്രാടിസ്ഥാന പ്രകാരമുള്ള കാര്യങ്ങളെ ഉള്ളൂ എന്ന് പറയാനുള്ളൊരു കാരണവും അതിൻ്റെ ഉത്തരം ശ്രീ ധർമ്മശാസ്താവ് എന്ന് വലം ഭാഗത്ത്, നിങ്ങൾ തമ്പനയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, വലം ഭാഗത്ത് ഇരിക്കുന്നത് പാർവതി മാതാവ്, ഇടം ഭാഗത്ത് ഇരിക്കുന്നത് മോഹിനി അവതാരം, വിഷ്ണുവിൻ്റെ മായയായ സ്ത്രീരൂപം. ഇന്ന് കേരളത്തെ കണ്ണുകെട്ടിയ വിഷ്ണുമായ എന്ന് പറയുന്ന വേറൊരു കഥ നിങ്ങൾക്കറിയാം. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോൾ വലം ഭാഗത്തിരിക്കുന്നത് പാർവതി മാതാവിൻ്റെ കിരാത പാർവതി, ഇടം ഭാഗത്തിരിക്കുന്നത് വിഷ്ണുമായ അല്ലെങ്കിൽ മോഹിനി, വിഷ്ണുമായയുടെ സ്വരൂപം ആയ മോഹിനി അവതാരം. ഈ നടുക്ക് ശ്രീ ധർമ്മ ശാസ്താവ് അല്ലെങ്കിൽ ശിവൻ. ഇനി ഇപ്പോൾ ധർമ്മശാസ്താവിരിക്കുന്നത് പടിഞ്ഞാറോട്ട് നോക്കിയാണ് എന്ന സങ്കല്പത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ വടക്ക് ഭാഗത്ത്, വയനാട് അങ്ങനെയുള്ള ഭാഗങ്ങളിൽ, ഇവിടെ നിന്നല്ലെങ്കിൽ അങ്ങോട്ടേക്ക്, തൃശ്ശൂരിൽ നിന്ന് അങ്ങോട്ടേക്കൊന്ന് ചിന്തിക്കാം. കിരാത പാർവതിയുടെ പാർവതിക്ക് ഒരു ശാപം കിട്ടിയിട്ടുണ്ട്. മക്കൾ ഉണ്ടാകില്ല എന്നുള്ളൊരു ശാപം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ കഥയിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ആ ശാപം തീർക്കാനായി കലിയുഗത്തിൽ മക്കളായി ദൈവമല്ല, മനുഷ്യന്മാരായി ജനിക്കും. അതാണ് ഈ ചാത്തന്മാർ എന്ന് പറയുന്നത്. നമ്മുടെ ഓരോ കുലങ്ങളിലും ഓരോ ചാത്തനുണ്ട്. എൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന
ഒരു ചാത്തനായിരിക്കില്ല നിങ്ങളുടെ. ഓരോ രൂപങ്ങൾ വരെ ഉണ്ടാവും. അതിലേക്കൊന്നും നമ്മൾ ഉപാസനയിലേക്ക് എത്തണില്ല. നമ്മൾ ഈ പ്രേതങ്ങളുടെ പുറകെ പോയുള്ള ഇത് മാത്രമേ കേരളത്തിൽ ഉപാസന സേവാ സമ്പ്രദായമുള്ളൂ. അതിലേക്ക് അപ്പോൾ മുകളിലേക്ക് പോകുന്നില്ല. അതിലേക്കൊന്നും ഞാൻ മുകളിൽ പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ഈ കലിയുഗത്തിൽ മനുഷ്യനായി പിറക്കുന്ന കുട്ടികൾ അങ്ങനെ അതുകൊണ്ടാണ് കരിനീലി വിരാതപർവ്വതത്തിന് കരിനീലി എന്ന് പറഞ്ഞാൽ തന്നെ കരിനീലി മുതലേ അങ്ങോട്ടേക്ക് കരിക്കുട്ടി മുതലുള്ള 400 600ഓളം മക്കൾ കലിയുഗത്തിൽ പാർവതിക്ക് കിരാതപർവ്വതിക്ക് ഉണ്ടായി. അതൊരു ശാപത്താലാണ് അങ്ങനെ. ഇതൊക്കെ മനുഷ്യനായിട്ട് ജനിച്ച അവതാരങ്ങളാണ് ചാത്തന്മാർ എന്ന് പറഞ്ഞത്. ഇനി ആ സമയത്ത് അല്ലെങ്കിൽ ആ കലിയുഗ ദേവി മഹിഷി വരികയും, മഹിഷിയുടെ കഥയൊക്കെ നിങ്ങൾക്കറിയാം. മഹിഷി ദേവിയെ ബന്ധനസ്ഥ ആക്കുന്ന ഒരു രീതിയുണ്ട്. ആ മഹിഷിയെ വധിക്കാനാണ് ഇപ്പുറത്ത് മോഹിനി മോഹിനി അവതാരത്തിൻ്റെ മകൻ അയ്യപ്പൻ ശാസ്താവ് ജനിക്കുന്നത്, അല്ലെങ്കിൽ മണികണ്ഠൻ ഉക്ഷി ശാസ്താവ് ജനിക്കുന്നത്. ആ ധർമ്മ മഹിഷിയെ ഒതുക്കുകയോ കൊല്ലുകയോ ചെയ്ത് അത് പാലിക്കുകയും ചെയ്തു. ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കഥ. ഇനി ചാത്തന്മാർ എന്ന് പറഞ്ഞാൽ 400-600ഓളം ഇതുണ്ട്. അത് വേറെ കണക്കാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഇത് രീതിയിൽ പോണ സംഭവമല്ല. അത് നമ്മൾ പറയുമ്പോൾ ചിലർക്ക് അത് മനസ്സിലാവില്ല. കാരണം അവർക്ക് നമ്മുടെ മുന്നിൽ കുറേ കാര്യങ്ങൾ ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. അത് വിശ്വസിച്ച് പോകുന്ന ആൾക്കാരാണ് കൂടുതലും ഉള്ളത്. അങ്ങനെ പോട്ടെ. അവർക്ക് അത്രയും ആ ഒരു ആത്മീയതയിലേക്കോ അല്ലെങ്കിൽ സത്യത്തെ പോകുന്ന ഇതിലേക്കൊന്നും പോകാനുള്ള താല്പര്യമൊന്നുമില്ല. എല്ലാവർക്കും 2 മാസം കൊണ്ടും 3 മാസം കൊണ്ടും താന്ത്രികനും ഒക്കെ ആയി മുന്നോട്ട് പോകണം എന്ന്, ധനം സമ്പാദിക്കണമെന്നുള്ളൂ. ആത്മീയമായി മുന്നോട്ട് പോകാൻ ആർക്കും താല്പര്യമില്ലാത്ത ഈ കലിയുഗത്തിൻ്റെ ഏറ്റവും വലിയ ഇതേപോലത്തെയുള്ള ശാപവും പ്രശ്നമൊക്കെ ആണ്. അപ്പോൾ ഇനി നമുക്ക് ഒരു ആചാര സമ്പ്രദായം നോക്കാം. ആചാരത്തിൻ്റെ പൂജിക്കുന്നതല്ല കേട്ടോ. പടിഞ്ഞാറോട്ടാണ് ധർമ്മശാസ്താവ് അല്ലെങ്കിൽ ശിവൻ നോക്കിയിരിക്കുന്നതെങ്കിൽ വടക്ക് ഭാഗം എന്ന് വെച്ചാൽ വടക്ക് എന്ന് പറയുമ്പോൾ വലം ഭാഗത്തിരിക്കുന്ന കിരാതപാർവതി എന്ന് വെച്ചാൽ കേരളത്തിൻ്റെ വടക്കോട്ട് ചിന്തിക്കാം. ആണ് കരിനീല പുത്രന്മാരായിട്ട് വരിക. ഇപ്പുറത്ത് നമുക്ക് മോഹിനി, അത് കേരളത്തിന് തെക്കോട്ടേക്കാണ് മോഹിനി. പിന്നെ യക്ഷിണികളും ഒക്കെ ആയിട്ട് അങ്ങോട്ട് പല യക്ഷികളൊക്കെ നമ്മുടെ ഈ വടക്ക് ഭാഗത്തൊന്നുമില്ല. കേരളത്തിനപ്പുറത്തേക്ക്, കേരളത്തിൻ്റെ തെക്കൻ വടക്കൻ മലബാരവും തെക്കൻ മലബാരവും ഉണ്ട്. അപ്പോൾ മലബാരം എന്ന് പറയുന്നത് അത് ബിസിനസ്സാക്കി മാറിയ മറ്റൊരു കാലഘട്ടമാണ്. വടക്കൻ മലബാരം കിരാതപാർവതിയുടെ അങ്ങോട്ട് കരിനീലി മുതലുള്ള അങ്ങോട്ടേക്കുള്ളത്. ഇപ്പോഴത്തെ തെക്കൻ എന്ന് വെച്ചിട്ട് മോഹിനി മുതലുള്ള അങ്ങോട്ടേക്ക് യക്ഷിവർഗങ്ങളാണ് കൂടുതൽ. യക്ഷിവർഗങ്ങളും മോഹിനിയും ഒക്കെ ആയിട്ടുള്ള രീതിയിലേക്കാണ് അങ്ങോട്ടേക്ക് പോകുക. ഇതാണ് നടുക്ക് ശിവാരാധന, നടുക്ക് ധർമ്മശാസ്ത്രവിരിക്കുന്നു. ഇതാണ് ശാസ്ത്രാടിസ്ഥാന പ്രകാരമുള്ള ആചാര സമ്പ്രദായങ്ങളെ നമുക്കുള്ളൂ എന്ന് പറയുന്നു. മോഹിനിയുടെ മകൻ അല്ലെങ്കിൽ ശിവന്റെയും മോഹിനിയുടെയും പുത്രനായ അയ്യപ്പൻ കലിയുഗത്തിൽ മനുഷ്യയെ വധിക്കാൻ ഇപ്പുറത്തിരിക്കുന്ന കിരാതപാർവതിയുടെ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കാൻ, മനുഷ്യയെ വധിക്കാൻ അവതാരമെടുത്ത അതാണ് ചാത്തൻ എന്ന് പറഞ്ഞ് പോകുന്ന ഇത്. അല്ലെങ്കിൽ ശാസിക്കുന്നവൻ എന്നർത്ഥം. അച്ഛൻ ധർമ്മം പരിപാലിക്കാനായിട്ട് ഇരിക്കുന്നത് എന്നർത്ഥം. ധർമ്മശാസ്താവ് എന്ന് പറയുന്നത് അതിന് ഈ മൂന്ന് പേരിൽ ആണ് കേരളത്തിൻ്റെ ആയാലും തമിഴ്നാടിൻ്റെ ദ്രാവിഡ സംസ്കാരത്തിൻ്റെ.
അപ്പോൾ ഇതൊന്നും അറിയാത്ത കുറേ കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഇതിൻ്റെ പുറകെ പോയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നോക്കൂ. നമ്മൾ ശരിയായ രീതിയിൽ ഉള്ള ഉപാസനയോ സേവയോ അതിലേക്ക് പലതും മറച്ചു വെച്ചിട്ടാണ് ഇവിടെ പറഞ്ഞു ചെയ്തത്. അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ പാടില്ല. അതൊക്കെ സ്വന്തം അനുഭവത്തോടു കൂടി പഠിക്കുക എന്നുള്ളതാണ് അതിലൊക്കെ ഉത്തരങ്ങൾ. ഇപ്പോൾ ശ്രീധർമ്മ ശാസ്താവ് എന്ന് എന്താണെന്നും ചാത്തന ആരാണെന്നും ചാത്തന എന്താണ് മലയാളിയന്മാർ വിളിച്ചിരുന്ന പേരാണ്, നാടൻ സ്വരൂപമാണ്, അല്ലെങ്കിൽ നാടൻ പേരാണ് ചാത്തൻ. അവർ വിളിച്ചിരുന്ന കുട്ടിയാണല്ലോ, കുക്ഷി ശാസ്താവേ എന്ന് പറയുക. അതെന്ന് വെച്ചാൽ ചാത്തനെ തന്നെയാണ് ഈ പറയുന്നത്. അല്ലാണ്ട് ഇവിടെ വേറൊരു കഥയും കാര്യങ്ങളും ഒന്നുമില്ല. ഇതാണ് സത്യം. സത്യം ഏതെങ്കിലും ഒരു കാലഘട്ടത്ത് പുറത്തു വരും എന്നുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാക്കുക. ഇത്രയും ആചാരമേ നമുക്ക് ആചാരം ഇതും ഉള്ളൂ. ഇത്രയും മൂചാത്തന്മാരും മൂർത്തികളും എങ്ങനെ വന്നു എന്ന് വരെ ഉള്ളത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇതാണ് ശ്രീധർമ്മശാസ്താവ് ധർമ്മം പരിപാലിക്കാനായിട്ട് എന്തെങ്കിലും തടസ്സങ്ങളും ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിനെ പരിപാലനമാണ്, ധർമ്മത്തെ കാത്തുരക്ഷിക്കുന്നവൻ. ശ്രീധർമ്മശാസ്താവിനെ എടുത്തത് മറ്റവനെ എങ്ങനെ ചെയ്യണം, ഇവിടെ മന്ത്രവാദം ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇവർ പറയും. മകനായ ശാസ്താവ് മണികണ്ഠ കുമാരൻ്റെ അടുത്ത് പോയാലും ഇവർ പറയും. മണിമണ്ഡപത്തിൽ ഇരുന്ന് ജപിക്കുമ്പോൾ എന്താണ് ചാത്തനും ശാസ്താവും ഒന്നാണെന്ന് അറിയുന്ന നിമിഷമാണ് നമുക്ക് അതാണ് തത്വമസി. നീ ആരെയാണോ തരുന്നത്, നമ്മുടെ ഉള്ളിൽ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ശാസ്താവ് വരിക. അത് മനസ്സിലാക്കണം. അതിൻ്റെ പുറകെ പോയാൽ ഇത് മനസ്സിലാവും. ഓരോരുത്തർക്കും ഓരോ രൂപത്തിലാണ്. അല്ലാണ്ട് പുറത്തിരുന്ന് ചൂരലും പിടിച്ച് കുടവും പിടിച്ചിരിക്കുന്ന രൂപമൊന്നുമല്ല. ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് അത് വരിക. അത് നിങ്ങളുടെ കാലം അതിനെ തെളിയിക്കും. ഇപ്പോൾ പലതും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്, പലതും പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. പുറത്ത് വന്നിട്ട് കാര്യമില്ല. നമ്മൾ വലിയൊരു കേരളം എന്ന് പറയുന്നത് അതിൻ്റെ മാന്ത്രികവും താന്ത്രികമൊക്കെ വലിയൊരു ചതിയുടെ ഉള്ളിൽപ്പെട്ട് കിടക്കുകയാണ്. അതൊക്കെ കാലങ്ങൾ, ഇതൊക്കെ കലിയുഗത്തിൻ്റെ അവസാനം ഇതൊക്കെ നേരെയായി വരും. അപ്പോൾ ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വാട്സപ്പിൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം, അല്ലെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാലും ഫ്രീ ആവുന്ന സമയത്ത് പറഞ്ഞുതരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.